ഡോക്ടേഴ്സ് ടേബിളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്രതീക്ഷിതമായിട്ട് ബ്ലഡ് ഷുഗർ കൂടുക. നിങ്ങളുടെ ഡയറ്റ് പ്രോപ്പറായിരിക്കാം, നിങ്ങൾ എക്സസൈസൊക്കെ വളരെ കൃത്യമായി ചെയ്യുന്നുണ്ടാവും, ഈവൻ ഷുഗറും അല്ലെങ്കിൽ മെഡിക്കേഷൻ എടുക്കുന്ന ആൾക്കാർ വളരെ കൃത്യമായിട്ട് മെഡിക്കേഷൻ എടുക്കുന്നുണ്ടാവും. എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ട് പോലും പെട്ടെന്ന് യാദൃശികമായിട്ട് ബ്ലഡ് ഷുഗർ അങ്ങ് വർദ്ധിക്കുക. എന്തായിരിക്കും കാരണം? ഇങ്ങനെ പലർക്കും സംഭവിക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം ഡോക്ടർ സജി കുരുട്ടോളം സാറിനോട്. സാർ, അൺഎക്സ്പെക്റ്റഡ് ബ്ലഡ് ഷുഗർ റൈസ് ഒരു കോമൺ പ്രോബ്ലമായിട്ട് ഇപ്പം കണ്ടുവരാറുണ്ട്. അപ്പം എന്താണ് സാർ, എല്ലാവരും വളരെ കൃത്യനിഷ്ഠയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് ഷുഗർ റൈസ് ചെയ്യുക, എന്തായിരിക്കും സാർ കാരണം? ഡയറ്റ് പെർഫെക്റ്റ് ആണ്, എക്സസൈസ് പെർഫെക്റ്റ് ആണ്, മെഡിക്കേഷൻസ് റെഗുലറാണ്, ബ്ലഡ് ഷുഗറും എല്ലാം കറക്റ്റായിട്ട് പോയിട്ട് ഇടയ്ക്ക് 1-2 വാല്യൂസ് പെട്ടെന്ന് സ്പൈക്ക് ചെയ്യുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് പേഷ്യൻസ് വന്ന് പറയാറുണ്ട്, യാതൊരു കാരണവും പ്രത്യേകിച്ച് കാണുന്നില്ല, പ്രത്യേകിച്ച് പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ചെയ്യുന്നതിന്. അപ്പോൾ ഇതിന് ഒരു 5-6 കാരണങ്ങൾ ഉണ്ട്, ഈ ഇങ്ങനെ പെട്ടെന്ന് ഒരു കാരണവും ഇല്ലാതെ സ്പൈക്ക് ചെയ്യാനായിട്ടുള്ളത്. ഡയബറ്റിക് പേഷ്യൻസിൻ്റെ ഒരു പ്രധാന പ്രശ്നമാണ് ഇൻഫെക്ഷൻ എന്നുള്ളത്. പല സമയത്ത് ഇവർക്ക് എവിടെയെങ്കിലും ശരീരത്തിൽ എവിടെയെങ്കിലും ഹിഡൻ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് കാണും. ഒന്നുകിൽ അത് ചിലപ്പോൾ നഖത്തിൻ്റെ ഇടയ്ക്കുള്ള ഇൻഫെക്ഷൻ ആയിരിക്കും, ഇല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ. അത് വളരെ കോമണാണ് ഡയബറ്റിക് പേഷ്യൻസിനകത്ത്. അപ്പോൾ ഈ പല സമയത്ത് സിംറ്റംസ് ഉണ്ടാവണം എന്നില്ല പലപ്പോഴും. അങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ, അല്ലെങ്കിൽ സ്കിന്നിൽ എവിടെയെങ്കിലുമുള്ള ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ചെറിയൊരു മുറിവുണ്ടാകുക, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് ഈ ഷുഗർ പെട്ടെന്ന് സ്പൈക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് തന്നെ ആവണമെന്നില്ല, സ്കിന്നിനകത്ത് തന്നെയുള്ള ഇൻഫെക്ഷൻ വേണമെന്നില്ല. ഇപ്പോൾ ഈ ഡെങ്കിപ്പനി അല്ലെങ്കിൽ സാധാരണ ജലദോഷപ്പനി ഇതൊക്കെ വന്നാൽ തന്നെ ഷുഗർ പെട്ടെന്ന് സ്പൈക്ക് ചെയ്യാം. ഈ പനി വരുന്ന സമയത്ത് 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, വിശപ്പ് കുറഞ്ഞു പോകും, അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡിൻ്റെയൊക്കെ തീരെ കുറയും, അതുകൊണ്ട് ഷുഗർ കുറയാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ പനി എന്നുള്ളത് നമുക്ക് ബോഡിയിലൊരു ഇൻഫ്ലമേഷൻ ആകുമ്പോൾ ബോഡിയിൽ ചില ഹോർമോൺസ് ഉണ്ട്, അതായത് ഈ കോർട്ടിസോൾ അങ്ങനെയുള്ള ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ചെയ്യാനും ഉള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് ഒരു കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി. രണ്ടാമത്തെ റീസൺ അനാവശ്യമായിട്ടുള്ള ടെൻഷൻ. അനാവശ്യം എന്നുള്ളത് പേഷ്യൻ്റാണ് തീരുമാനിക്കേണ്ടത്. ടെൻഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ചെയ്യാം. ഇതിൻ്റെ കാരണവും സ്ട്രെസ് ഹോർമോൺസ് ഉണ്ട് ബോഡിക്കകത്ത്. ഗ്രോത്ത് ഹോർമോൺ, അതുപോലെ തന്നെ കോർട്ടിസോള്, അതുപോലെ തന്നെ കാറ്റക്കോളമീൻസ്, ഇങ്ങനെയുള്ളതെല്ലാം ബോഡിയിൽ കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യും സ്ട്രെസ്സ് വരുന്ന സമയത്ത്. അപ്പോൾ ഇത് ഒരു കാരണം കൊണ്ട് തന്നെ ചിലപ്പോൾ ഷുഗർ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പല സമയത്തും ഡയബറ്റിക് ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ പേഷ്യൻ്റ് ആയിട്ടുള്ള ഈ സ്ട്രെസ്സ് ഇതിൻ്റെ ഒരു കാരണമാണെന്ന് പല സമയത്തും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പല സമയത്തും നമ്മൾ ചോദിച്ച് ചെല്ലുമ്പോഴാണ് അറിയണത് ഇതായിരിക്കും അതിൻ്റെ ഒരു റീസൺ എന്നുള്ളത്. തേർഡ് റീസൺ ഈസ് ലാക്ക് ഓഫ് സ്ലീപ്പ്. ഉറക്കം നഷ്ടപ്പെടാനായിട്ട് പല കാരണങ്ങളുണ്ട്. നമ്മളിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പണ്ട് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നമ്മുടെ ബോഡിക്കൊരു സ്ട്രെസ്സാണ്. ഒന്നെങ്കിൽ ഉറക്കം ഇല്ലാത്തതൊരു സ്ട്രെസ്സാണ്, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാണ്ടിരിക്കുക എന്നുള്ളത് സ്ട്രെസ്സാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഇങ്ങനത്തെ ഒരു സ്ട്രെസ്സ് ശരീരത്തിന് വന്നാൽ ഈ ഹോർമോൺസ് കൂടുകയും അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ സ്പൈക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ ഫുഡിൻ്റെ പാറ്റേണിനകത്ത് വരുന്ന ഒരു വ്യത്യാസം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു ഫിക്സഡ് ലൈഫ് സ്റ്റൈലാണ് നമ്മളെപ്പോഴും ഡയബറ്റിക് പേഷ്യൻസിൻ്റെ അടുത്ത് പറയാറുള്ളത്. അതായത് ഷുഡ് ഹാവ് ഈ കറക്റ്റ് എമൗണ്ട് ഓഫ് ഫുഡ്, സെയിം ടൈപ്പ് ഓഫ് ഫുഡ്, സെയിം ക്വാണ്ടിറ്റി, സെയിം ടൈമിൽ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഡയബറ്റിക് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിക്കകത്തുള്ള ഓട്ടോ റെഗുലേഷൻ, തന്നെത്താനെ ബോഡി ഷുഗർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു മെക്കാനിസം വർക്ക് ചെയ്യില്ല കറക്റ്റായിട്ട്. ഇപ്പോൾ എയർ കണ്ടീഷണറിൻ്റെ തെർമോസ്റ്റാറ്റ് സ്വിച്ച് പോയ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് AC ഓണും ഓഫ് ആക്കണം എന്ന് പറയണ പോലെ തന്നെ ഈ ഷുഗറിൻ്റെ ഡയബറ്റിക് പേഷ്യൻസ് ആയിരിക്കുമ്പോൾ നമ്മുടെ ഫുഡിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി, ടൈമിങ്, ടൈപ്പ് ഓഫ് ഫുഡ് ഒക്കെ നമ്മൾ കറക്റ്റായിരിക്കണം. പല സമയത്തും ക്വാണ്ടിറ്റി കറക്റ്റായിരിക്കും, ടൈമിങ് കറക്റ്റായിരിക്കും, ഫുഡിൻ്റെ ടൈപ്പ് ഓഫ് ഫുഡ് ഡിഫറെൻ്റ് ആയിരിക്കും. ഉദാഹരണമായിട്ട് ഈ ബോഡിയിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ഹൈ ഗ്ലൈസീമിക്, ഹൈ GI ഫുഡ്സ്, അതായത് അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം ഹൈ GI ആണ്. അതെല്ലാം അത് പെട്ടെന്ന് കൂടുതൽ കഴിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടാൻ ചാൻസ് കൂടുതലാണ്. ബ്രെഡിൻ്റെ ഉപയോഗം, സാധാരണ കഴിക്കാത്ത സാധനമായിരിക്കും ചിലപ്പോൾ ബ്രെഡ് കഴിക്കുക, അല്ലെങ്കിൽ അതേ സമയത്ത് ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവുള്ള കടല, അതുപോലെ തന്നെ എഗ്ഗ്, ഇതൊക്കെ കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ ഷുഗർ അധികം സ്പൈക്ക് ചെയ്യില്ല. അപ്പോൾ ഈ ഫുഡിൻ്റെ ടൈപ്പ് ഓഫ് ഫുഡിനകത്ത് വരുന്ന വ്യത്യാസം കൊണ്ട് തന്നെ ഇതുപോലെ ഷുഗർ സ്പൈക്കിങ് വരാൻ പറ്റും. പിന്നെ ചില മെഡിക്കേഷൻസ്, നമ്മൾ ചിലപ്പോൾ ഷോർട്ട് കോഴ്സ് സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കും. ഈവൻ സ്റ്റിറോയിഡ് ഓയിൽമെൻറ്റ് ശരീരത്തിൽ അപ്ലൈ ചെയ്യുന്നത് പോലും പല സമയത്തും ഈ ഷുഗറിൻ്റെ വാല്യൂസ് കൂട്ടാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ടാക്കുന്ന സംഗതിയാണ്. ഓക്കെ സാർ, അപ്പം ഈ ഹാർട്ട് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്കും ഇത് ഹാർട്ടിൻ്റെ പ്രശ്നം കൊണ്ട് ഇത് വരാനുള്ള സാധ്യതയുണ്ടോ സ്പൈക്ക്?
ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്ത് പല സമയത്തും ഷുഗറിൻ്റെ ലെവൽസ് ഭയങ്കര കൂടുതലായിരിക്കും, വളരെ കൂടുതലായിരിക്കും. ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് കൂടുതലായിരിക്കും, ഡയബറ്റിക് അല്ലാത്ത പേഷ്യൻസിന് ചിലപ്പോൾ ഷുഗർ കണ്ടുമാനം കൂടുതലായിരിക്കും. അപ്പോൾ ഈ പല സമയത്ത് ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻസ് അഡ്മിറ്റ് ആകുമ്പോൾ അവരുടെ ഷുഗർ ലെവൽ ഭയങ്കര ഹൈ ആയിരിക്കും. അവർ ഒന്നുകിൽ ഡയബറ്റിക് ആയതുകൊണ്ടാകാം, അല്ലെങ്കിൽ സ്ട്രെസ് ഡയബറ്റീസ് വരാം. അതായത് പെട്ടെന്ന് ടെൻഷൻ കൂടിയിട്ട് വരുന്ന ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ കൊണ്ട് വരുന്ന ഷുഗർ സ്പൈക്ക് അറിയാൻ പറ്റും. അതേപോലെ ഈ കഫീൻ്റെ ഉപയോഗം കൊണ്ട് ഇത് കൂടാനുള്ള സാധ്യത എന്തെങ്കിലും കൂടുതലാണ്. ഈ നമ്മൾ കോഫി ഓർ ടീ ഏതാണ് നല്ലതെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. കോഫിയാണ് ജനറലി ബെറ്ററാണ്. പക്ഷേ കോഫിയും ടീയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീ കഴിച്ചാൽ യൂഷ്വലി ഷുഗർ സ്പൈക്സ് അധികം വരില്ല. അതേസമയത്ത് സ്ട്രോങ് കോഫി കഴിച്ച് കഴിഞ്ഞാൽ ഷുഗർ സ്പൈക്ക് ചെയ്യും, കൂടും. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കോഫിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഷുഗർ കൂടും പെട്ടെന്ന്. അതിനകത്ത് ഈവൻ ഷുഗറും അല്ലെങ്കിൽ പാലോ ആഡ് ചെയ്യാത്ത വിത്തൗട്ട് ആണെങ്കിൽ പോലും ഷുഗർ ചെറുതായിട്ട് സ്പൈക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതായത് സ്ട്രെങ്ത് കുറഞ്ഞ സ്ട്രോങ് കോഫിയല്ല ലൈറ്റ് കോഫിയായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഷുഗറിൻ്റെ സ്പൈക്ക് കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെ ഈ സാർ ഇപ്പം നമ്മൾ നേരത്തെ സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ. അപ്പോൾ അതും ഒരു ഫാക്ടർ തന്നെയല്ലേ ഇതിൻ്റെ? ആങ്സൈറ്റി ഡിപ്രഷൻ വരുമ്പോൾ പല സമയത്തും പേഷ്യൻസിൻ്റെ സെൽഫ് കെയർ പോവും. അതായത് അവരെ തന്നെ കെയർ ചെയ്യുന്നത് ഒത്തിരി കുറഞ്ഞു പോകും. അപ്പോൾ ഇതൊരു റീസണാണ്. പല സമയത്തും തോന്നുന്ന സമയത്ത് ഫുഡ് കഴിക്കുക, മെഡിക്കേഷൻസ് പകുതി കഴിക്കാണ്ടിരിക്കുക, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരും ഈ ആങ്സൈറ്റി ഡിപ്രഷൻ വരുന്ന സമയത്ത്. ഇത് കൂടാതെ ആ സമയത്ത് ആങ്സൈറ്റി ഡിപ്രഷൻ ഉള്ള സമയത്ത് നമ്മുടെ ബോഡിയിലെ ഹോർമോണൽ ചേഞ്ചസും കാര്യമായിട്ടുണ്ട്. അതും ഒരു റീസണാണ് ഇതിനകത്ത്. അതേപോലെ തന്നെ സാർ ഈ വെതർ ചേഞ്ചസ് എന്തെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധ്യത? യെസ്, വെതർ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണല്ലോ പല സമയത്തും. പ്രത്യേകിച്ച് കൂടുതൽ കണ്ടമാനമുള്ള ചൂടുള്ള സമയത്തും ഇതുപോലെയുള്ള ഷുഗർ ഫ്ലക്ച്വേഷൻസ് കാര്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ സാർ, അപ്പോൾ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ വരുന്നൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമുക്ക് എങ്ങനെയായിരിക്കും നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഏറ്റവും എല്ലാ ഡയബറ്റിക് പേഷ്യൻസും ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന പോലെ പീരിയോഡിക് ആയിട്ട് ബ്ലഡ് ഷുഗർ ചെക്കിങ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്പൈക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ 5-6 കാരണങ്ങൾ ഏതെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് അവർ തന്നെ ചെക്ക് ചെയ്യുക. അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡയറ്ററി ചേഞ്ചസ് വന്നിട്ടുണ്ടോ, കോഫി ഇൻടേക്ക് കൂടിയിട്ടുണ്ടോ, ടൈമിങ് മെഡിക്കേഷൻസ് കറക്റ്റാണ്. ഉദാഹരണമായിട്ട് ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്നവർ ഇൻസുലിൻ റെഗുലറായിട്ട് സെയിം ഡോസിൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം മുതൽ ഇൻസുലിൻ എടുത്തിട്ട് അതിൻ്റെ ഇഫക്റ്റ് കാണുന്നില്ല. ചില സമയത്ത് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ആ ഇഞ്ചക്ടറിനകത്ത് നിന്നുള്ള ഇൻസുലിൻ ശരിക്കും ബോഡിയിലേക്ക് കയറുന്നില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകാം. ഇല്ലെങ്കിൽ ചില സമയത്ത് സ്കിന്നിനടിയിൽ സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്. അതിന് പകരം അത് ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷനായിട്ട് മാറിപ്പോകും. സ്കിന്നിന് അകത്തായി പോകും. ചിലപ്പോൾ സ്കിന്നിനടിയിലേക്ക് പോകുന്നതിന് പകരം ചിലപ്പോൾ ഇൻസുലിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായിരിക്കും. ചിലപ്പോൾ ഇൻസുലിൻ്റെ യൂണിറ്റ് കോൺസെൻട്രേഷൻ ഡിഫറൻ്റ് ആയിരിക്കും. 2 തരത്തിലുള്ള ഇൻസുലിൻ കിട്ടും. നമുക്ക് 40 യൂണിറ്റ്സ് ഇൻസുലിൻ കിട്ടും, ചിലപ്പോൾ 100 യൂണിറ്റ്സ് കിട്ടും. ചിലപ്പോൾ അത് 100 യൂണിറ്റ്സ് പെർ ml എടുത്തുകൊണ്ടിരിക്കുന്നവർ ചിലപ്പോൾ 40 യൂണിറ്റ്സിലേക്ക് അറിയാണ്ട് മാറിപ്പോയിട്ട് ഷുഗർ കൺട്രോൾ ശരിയാവില്ല എന്ന് പറഞ്ഞ് വന്ന സിറ്റുവേഷൻസ് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ചില ചെറിയ എറേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കൺട്രോൾഡ് ബ്ലഡ് ഷുഗർ പെട്ടെന്ന് കൺട്രോൾഡ് അല്ലാണ്ടായി പോകുമ്പോൾ ഇങ്ങനെയുള്ള കുറേ ചെക്ക് ലിസ്റ്റുകളാണ് സാധാരണ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സാർ, അപ്പം ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ എന്തെങ്കിലും പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെഡിസിൻസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ സ്റ്റിറോയിഡ് പോലെയുള്ള മരുന്നുകൾ കൂടുതൽ കഴിക്കുമ്പോഴാണ് ഈ ഷുഗർ ഇങ്ങനെ പെട്ടെന്ന് സ്പൈക്ക് ചെയ്യുന്നത്. സാധാരണ ഇതിൽ ഡയബറ്റിക് പേഷ്യൻസ് നമ്മൾ സ്റ്റിറോയിഡ് ടാബ്ലറ്റ്സ് കൊടുക്കാറില്ല. പക്ഷേ വളരെ റെയർ സിറ്റുവേഷൻസിൽ, ചുരുക്കം സിറ്റുവേഷൻസിൽ ഒരു ലൈഫ് സേവിങ് ആയിട്ടോ ഒക്കെ ചില സമയത്ത് സ്റ്റിറോയിഡ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഷുഗർ കൂടാൻ പോവുകയാണെന്നും. അത് നമ്മൾ പേഷ്യൻസിനെ വാൺ ചെയ്യും, നിങ്ങളുടെ ഷുഗർ ലെവൽ കൂടും, അതുകൊണ്ട് നിങ്ങൾ ദിവസം ഒരു 3 നേരമെങ്കിലും വെച്ച് ചെക്ക് ചെയ്തോളണം എന്ന് നമ്മൾ സ്പെഷ്യൽ വാർണിംഗ് കൂടെ കൊടുക്കാറുണ്ട്. അത് ഏത് കണ്ടീഷനിലായിരിക്കും സാർ ഈ സ്റ്റിറോയിഡ് യൂസ് ചെയ്യേണ്ടത്? സ്റ്റിറോയിഡ് യൂസ് ചെയ്യുന്ന ഒരുപാട് റീസൺസ് ഉണ്ട്. പല ഈ വാദത്തിനുള്ള സ്റ്റിറോയിഡ് യൂസ് ചെയ്യാറുണ്ട്. ചില സമയത്ത് ആസ്മാറ്റിക് ഇൻഫെക്ഷൻ സാധാരണ മെഡിക്കേഷൻസിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോകുന്ന സമയത്ത് നമ്മൾ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ യൂസ് എത്രമാത്രം കുറയ്ക്കാമോ അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കും. മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷേ എല്ലാ സമയത്തും അത് പറ്റണമെന്നില്ല. ചില സമയത്ത് നമുക്കത് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ഓക്കെ സാർ, അപ്പോൾ ഈ സ്പൈക്ക് പെട്ടെന്ന് വരുമ്പോഴത്തേക്കും, ഷുഗർ സ്പൈക്ക് വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന സിംറ്റംസ് എപ്പോഴും സെയിം തന്നെ ആയിരിക്കും, അതിൽ വേരിയേഷൻ? ചില സമയത്ത് ഡയബറ്റിക്കിൻ്റെ സിംറ്റംസ് തന്നെ പേഷ്യൻസിന് വരാം. ബോഡിയിൽ ഇൻഫെക്ഷൻ ആയിട്ട് വരാം, അല്ലെങ്കിൽ ഈ ഷുഗർ സിംറ്റംസ് ഉണ്ടല്ലോ, യൂഷ്വലി വിശപ്പ്, വെയിറ്റ് ലോസ് വരിക, അതുപോലെ തന്നെ വെള്ളദാഹം ഉണ്ടാകുക. പക്ഷേ ഒരു നേരത്തെ ജസ്റ്റ് ഒരു ഷുഗർ ഒന്ന് സ്പൈക്ക് ചെയ്യുന്നിടത്തോട് പലപ്പോഴും പേഷ്യൻസിന് സിംറ്റം ഉണ്ടാവണമെന്നില്ല. പല സമയത്ത് അവർ ചെക്ക് ചെയ്യുമ്പോഴാണ് സാധാരണ കണ്ടുപിടിക്കാറുള്ളത്.
കൺട്രോൾഡ് ആയിട്ടുള്ളത് കൺട്രോൾ അല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചെക്ക് ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ അത് ഇന്നത് റീസൺ ആണുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഉണ്ടായത് എന്ന് പറയുമ്പോൾ തന്നെ അവർക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സാർ അതുപോലെ പണ്ട് കാലം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ പാവയ്ക്ക ജ്യൂസും ഈ ഡയബറ്റിക്കും തമ്മിൽ എന്തെങ്കിലും ശരിക്കും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അത് ഭയങ്കര കയ്പായത് കാരണം അങ്ങനെ ഒരു സംഗതിയിലോട്ട് വന്നതാണോ? ഇല്ല, പാവയ്ക്ക ജ്യൂസിന് ഇഫക്റ്റ് ഉണ്ട്, പേരയ്ക്ക കഴിക്കുന്നതുകൊണ്ട് ഇഫക്റ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറയും. ഉലുവ കഴിക്കുന്നതുകൊണ്ട് ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറയും, അത് ശരിയാണ്. പക്ഷേ ഈ പാവയ്ക്ക കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ, സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് നമ്മൾ പറയാറുണ്ട്, അതിടയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ ഷുഗർ ചിലപ്പോൾ കൂടും. അപ്പോൾ പാവയ്ക്ക കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കഴിക്കുവാണെങ്കിൽ സ്ഥിരമായിട്ട് കഴിക്കണം. ഇടയ്ക്കിടയ്ക്ക് കഴിക്കാതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ കണ്ടമാനം ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഈ ഷുഗർ കൺട്രോൾ ആകുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫ്ലക്ച്വേഷൻ. ഷുഗർ വേരിയബിലിറ്റി എന്നാണ് അതിന് പറയുന്നത്, ബ്ലഡ് ഷുഗർ വേരിയബിലിറ്റി. കണ്ടമാനം വേരിയബിലിറ്റി. ഇപ്പോൾ ആവറേജ് ഷുഗർ നോക്കുന്ന ഒരു ഇതാണ് HbA1c എന്ന് പറയും. ആവറേജ് ഷുഗർ 3 months ആവറേജ് ഷുഗർ. 3 months ആവറേജ് ഷുഗർ <7 ആയിരിക്കണമെന്നാണ് കണക്ക്. ഏത് ഡയബറ്റിക് പേഷ്യൻസിനകത്ത് <7 ആയിരിക്കും. പക്ഷേ ഇവരുടെ ഷുഗറിൻ്റെ ഫ്ലക്ച്വേഷൻ നോക്കിയാൽ ചില സമയത്ത് 50, ചില സമയത്ത് അത് 350 ആണെങ്കിൽ ഈ ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിന് ഡാമേജ് ഉണ്ടാകാം. അപ്പോൾ ഒരു സ്റ്റഡി ലെവലിൽ നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാറ് പറഞ്ഞതുപോലെ തന്നെ എല്ലാം കൃത്യമായി മാനേജ് ചെയ്ത് പോകുന്ന ആൾക്കാർക്കും ഈ സ്പൈക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പീരിയോഡിക്കലി ചെക്ക് ചെയ്യേണ്ടതെല്ലാം ചെക്ക് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കുക. മറ്റൊരു എപ്പിസോഡിൽ വേറൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. താങ്ക് യു.